അബൂ ലഹബ് എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് വിജയിക്കാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഒന്ന്, മക്കക്കാരനാണ്, നല്ല സാധ്യതയാണ്, നല്ല നാട് എന്ന നിലയിൽ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാൻ്റെ സഹോദരനാണ്. മൂന്ന്, നല്ല സമ്പത്തുണ്ട്. നാല്, നല്ല തടിയും തൻ്റെ ഇടയുള്ള മക്കളുണ്ട്. അഞ്ച്, ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ്. ആറ്, നല്ല അഭിപ്രായത്തിൽ കഴിവുള്ള ആളാണ്. ഇതെല്ലാ ക്വാളിറ്റി ഉണ്ടായിട്ടും അയാൾ വിജയിച്ചിട്ടില്ല. കാരണം അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാതെ ഒരാൾ വിജയിക്കില്ല. അയാൾക്ക് എത്ര കാര്യങ്ങൾ ഭൗതികമായിട്ടും മറ്റും ഉണ്ടായാലും ഇല്ലെങ്കിലും. ആ അബൂ ലഹബ് പരാജയപ്പെട്ട സമയത്ത് അബൂ ലഹബിനെ പരാമർശിക്കുമ്പോൾ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരാളാണ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. അയാളുടെ ഭാര്യയും പരാജിതയാണ് എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഉമ്മു ജമീൽ എന്ന് പറയുന്ന ഈ പെണ്ണിന് ഭർത്താവായ അബൂ ലഹബിൻ്റെ തെറ്റുകുറ്റങ്ങൾക്ക് കൂടെ നിൽക്കാതെ മാറി നിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷെ നിന്നിട്ടില്ല. നബിയെയും സ്വഹാബത്തിനെയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ ഭർത്താവിനെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, അവളും പ്രത്യേക അതിനായിട്ട് സ്ഥാപനം തുടങ്ങിയ മാതിരി തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ചു. അതുകൊണ്ടാണ് ആൻഡ് ഹിസ് വൈഫ്, അവൻ്റെ കെട്ടിയോളും മാഗ്നാൻഹു മാലുഹു വമാ കസബ്, സമ്പത്തും മക്കളൊന്നും ഉപകാരപ്പെടാത്ത പെണ്ണായി മാറും എന്ന് പ്രത്യേകം പരാജിതരുടെ ലിസ്റ്റിൽ ആ പെണ്ണിനെ പ്രത്യേകം പറയണത്. ഭർത്താവ് തെറ്റ് ചെയ്തപ്പോൾ ഭർത്താവിൻ്റെ തെറ്റിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ഉമ്മു ജമീൽ എന്ന് പറയുന്ന പെണ്ണിൻ്റെ പ്രശ്നം എന്ന് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം. അതേ ഖുർആനിൽ ലറബല്ലാഹു മസലൻ, മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കിയിട്ട് പറയുന്ന ഒരു പെണ്ണാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഭർത്താവ് ഫിർഔനാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും രാജാവായിരുന്നു അയാൾ. അന റബ്ബുക്കുമൽ അഅല എന്ന കിബറിൻ്റെ ഒരു പര്യായം തന്നെയായിരുന്നു. നമുക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും അന റബ്ബുക്കുമൽ അഅല എന്നുള്ള ആശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞ അഭിപ്രായം പാസ്സാവണം, എന്നോട് ചോദിക്കാണ്ട് എന്താ മൂപ്പർ അങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ. ഇതൊരു ഫിറൗനിയത്താണ് സാധനം. നമുക്കൊക്കെ ഒരു ചെറിയ കുഞ്ഞു ഫിറൗനെ നമ്മൾ വളർത്തുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫിറൗൻ മുട്ട ഇട്ടിട്ട് വളരുന്നുണ്ടോ എന്ന് പേടിക്കണം. ഈ ഫിറൗന്, കാറൂന്, ഹാമാന്, അബൂജഹൽ, അബൂ ലഹബ് ഇത്തരം വ്യക്തികളുടെ പേര് ഒരു വ്യക്തിൻ്റെ പേരായിട്ടല്ല ഖുർആൻ പറയണത്. അതൊരാശയത്തിൻ്റെ പേരാണ്. ആ ആശയം എല്ലാ കാലത്തും തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ കാലത്തും അബൂ ലഹബുമാരുണ്ടാവും, എല്ലാ കാലത്തും അബൂജഹലുമാരുണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. ഞാൻ പറഞ്ഞ അഭിപ്രായം എന്താ സ്വീകരിക്കാത്തത്? എന്നോടെന്താ ചോദിക്കാതിരുന്നത്? ഞാനാണല്ലോ ഇത്രയും കാലം ഇവിടെ ഇതൊക്കെ നിയന്ത്രിച്ചത്. അതാണ് ഈ അനറബുക്കുമില്ല എന്ന് പറയണത്. ഞാനല്ലേ വലിയ ആളെന്ന്. ഒരു കുഞ്ഞു ഫിറൗന് നമ്മളിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നമ്മൾ പേടിക്കണം. അല്ലാതെ അബൂ ലഹബിന് വേണ്ടി മാത്രം ഒരു സൂറത്ത് ഇറക്കിയാൽ മുതലാവോ? അയ്യടാ, അങ്ങനെയൊന്നും ഖുർആനിൽ സൂറത്ത് ഉണ്ടാവില്ല. അങ്ങനെ മുതലാവോ? ഖുർആൻ എല്ലാ കാലത്തും സാർവകാലികമായി ആശയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ലേ ഖുർആൻ എന്ന് പറയണത്. അബൂ ലഹബ്, ഫിറഔൻ ഒരു വ്യക്തിയല്ല, ഒരാശയത്തിൻ്റെ പേരായിട്ടാണ് നമുക്കത് പരിചയപ്പെടുത്തി തരുന്നത്. വിശദ പഠനത്തിന് മജ്മൂഉൽ മുഅല്ലഫാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആസിയ റളിയല്ലാഹു അൻഹ ഫിറഔനിൻ്റെ ഭാര്യയായിരുന്നു. ഫിറൗൻ എല്ലാ ധിക്കാരത്തിൻ്റെയും രാജാവായിരുന്നു, എല്ലാ ധിക്കാരത്തിൻ്റെയും. ആ ഫിറഔനിൻ്റെ ഭാര്യ ആയിട്ടുകൂടി ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് ഒരു താല്പര്യവും പ്രകടിപ്പിക്കാതെ എല്ലാ തെറ്റിൽ നിന്നും മാറി നിന്ന് ഫിറഔന് അവസാനം ഫിറഔന് ദില്ല ഉത്താദ് എന്നാണ് ഖുർആൻ പറയണത്. ആണിയെ കൊണ്ട് ശിക്ഷിക്കുന്ന ഒരു ശൈലിയാണ് ഫിറൗനുണ്ടായിരുന്നത്. ആ മഹദിയെ 4 ആണി എടുത്തിട്ട് ഓരോ കാലിനും ഓരോ കൈക്കും അടിച്ചടിച്ചടിച്ച് മഹദി കൊല്ലപ്പെടുകയായിരുന്നു. അന്ന് മഹദി ദ്വാരുന്നത് റബ്ബി ബിനിലി ഇന്ദക ബൈത്തം ഫിൽ ജന്ന, അല്ലാഹുവേ സ്വർഗത്തിൽ നിൻ്റെ അടുത്തൊരു വീട് വേണം.
വീടെല്ലാവർക്കും കിട്ടും, വീടെല്ലാവർക്കും കിട്ടുമായിരിക്കും. സ്വർഗത്തിലെത്തുമ്പോൾ ആരും മഴയത്തും വെയിലത്തൊന്നും നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ. എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ അതുപോരാ, ഇന്തൊക്കെ നിൻ്റെ അടുത്ത് പോകണം. നിൻ്റെ അടുത്തൊരു വീട് കിട്ടാനാണ് ഈ ത്യാഗങ്ങൾ മുഴുവൻ ഞാൻ സഹിക്കണത്. അപ്പോൾ ഉരിയത്ത് ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് അള്ളാഹു കാണിച്ചു കൊടുത്തു. മഹദി കൊല്ലപ്പെടുന്നതിൻ്റെ ഷഹീദത്ത് ആവുന്നതിൻ്റെ തൊട്ടുമുമ്പ് ആ വീട് കണ്ടപ്പോൾ മഹദി ഇങ്ങനെ ചിരിക്കുകയാണ്. പാറക്കല്ല് ശരീരത്തിലേക്ക് ഇട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോഴും വഹിയ ലാഹിക്ക, മഹദി ചിരിക്കുന്ന കണ്ടപ്പോൾ ഫിറൗൻ പറഞ്ഞത്രേ വഹിയ മജ്നൂന, ഇതെന്തോ ഭ്രാന്തായിട്ടുള്ള പെണ്ണാണ്, ആണി അടിക്കുമ്പോഴും ചിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ചിരിക്കാനും സ്വർഗത്തിൽ വലിയ സ്ഥാനം എന്ന് മാത്രമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ ഭാര്യയാണ് ആസിയ ബീവി. എന്തേ കാരണം? ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് കൂടെ നിന്നിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പം ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയും, അങ്ങനെ എല്ലായിടത്ത് പോകാനും മെഹറമിനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, അതിനൊന്നും പഠിച്ച പെൺകുട്ടികൾ നിൽക്കാൻ പാടില്ല. ദീനീ ബോധമുള്ള മക്കൾ നിൽക്കരുത്. അത് ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, ഭർത്താവിൻ്റെ ഉപ്പയല്ലേ, തെറ്റാണ്. അതാര് പറഞ്ഞാലും ശരി, അതേത് ഉസ്താദ് പറഞ്ഞാലും ഉസ്താദിൻ്റെ ഉസ്താദ് പറഞ്ഞാലും ഷെയ്ഖ് പറഞ്ഞാലും തെറ്റാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ലാ ത്വാഅത ഫിൽ മഅസിയ, തെറ്റിൽ ആരുടെയും കൂടെ നമ്മൾ നിൽക്കാൻ പാടില്ല. അതാരുടെ മുന്നിലും അഫ്ളലുൽ ജിഹാദി, ഏറ്റവും വലിയ സമരം എന്ന് പറഞ്ഞത് കലിമത്തു അദിലിൻ ഇൻത സുൽത്താനിൻ ജാഇർ. ഏത് വലിയ കൊമ്പൻ്റെ മുമ്പിലും സത്യം തുറന്നു പറയാനും സത്യത്തോടുകൂടി ജീവിക്കാനും നമുക്ക് പറ്റുക എന്നുള്ളത് കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. ഇനി നമ്മൾ തെറ്റിന് കൂടെ നിന്നാൽ എന്താ പ്രശ്നം? തെറ്റിന് കൂടെ നിന്നാലുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ, വംറത്തുഹു ഹമ്മാലത്തൽ ഹതബ്, അബൂലഹബിൻ്റെ തെറ്റിന് കൂടെ നിന്ന ഉമ്മു ജമീൽ എന്ന പെണ്ണിൻ്റെ ദുർഗതി അവർക്കുണ്ടാകും. ഇത് അബൂലഹബ് എന്ന ഭർത്താവ് തെറ്റ് ചെയ്തപ്പോൾ ഭാര്യയും അതിന് ഇൽമിൻ്റെ അഹ്ലുകാരെ കുറ്റം പറയാൻ നിന്നതുകൊണ്ടാണ് ഉമ്മു ജമീൽ എന്ന പെണ്ണിന് അങ്ങനെ ആയത്. ലോകത്ത് നബവിയായ ഏത് ഗുണത്തിനെ കുറ്റം പറഞ്ഞാലും ഈ അബൂലഹബിൻ്റെയും ആസുബിന് ബായിലിൻ്റെയും ദുരന്തം ഉണ്ടാകുമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളെല്ലാം വഫാത്തായപ്പോൾ ആസുബിന് വായിൽ എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി അബ്തർ, വാലറ്റവൻ, ഇനി ഓർക്കാനും പറയാനും ആരും ഇല്ലല്ലോ, ആൺപിള്ളേരൊക്കെ വഫാത്തായല്ലോ എന്ന് കളിയാക്കിയപ്പോൾ റസൂലുള്ളാഹിക്ക് നല്ല വിഷമായി. അപ്പോഴാണ് നമ്മൾ തങ്ങൾക്ക് നൽകിയല്ലോ, എന്തെന്നുള്ളതെല്ലാം അടുക്കട്ടെ, തന്നത് നമ്മളാണ് എന്ന് പറഞ്ഞാൽ താജുൽ ഉലമ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് താജുൽ ഉലമ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുമ്പോൾ ഫിറ്റ് ചെയ്ത ബാഡ്ജ് നമുക്ക് തന്നാൽ ബാഡ്ജ് ഇപ്പോൾ തിന്നാനും കുടിക്കാനും കഴിയൂല, അക്കൗണ്ടിലിടാനും കഴിയൂല, അല്ലേ, ഒന്നും ചെയ്യില്ല. പക്ഷെ അത് തന്നത് താജുൽ ഉലമ ആവലോടുകൂടി അത് ബാഡ്ജിൻ്റെ എല്ലാം എത്രയോ മേലെ കയറി, അല്ലേ? അത് സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ് ഇന്നാക്ക തങ്ങൾക്ക് നമ്മളാ നൽകിയത്. അത് വലവ് തുഫാഹൻ, ഒരാപ്പിളാണെങ്കിലും ശരി, തന്ന് നമ്മളാണ് നബിയെ അല്ലാഹ് പറയാ. എന്താ നന്നെന്നുള്ളതൊക്കെ അടുക്കട്ടെ, വാട്ടവർ, നമ്മളാ തരുന്നത് തങ്ങൾക്ക്. അതിനാണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതെന്ന് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാം. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞ് തങ്ങൾക്ക് മക്കളില്ലാന്ന്? ഏത് രാജ്യത്ത് പോയാലും തങ്ങന്മാരുണ്ടാവും. ഞാനല്ലേ പറയണത്, അല്ലേ പറയണത്, ഞാനല്ലേ പറയണത്. ഏത് രാജ്യത്തും തങ്ങളുടെ ആലിമീങ്ങളുണ്ടാവും, ഏത് രാജ്യത്തും തങ്ങളുടെ ദീൻ പറയുന്ന ദാഇമാരുണ്ടാവും. ഖുർആനുണ്ട്, മുഅ്ജിസത്തുണ്ട്, ഹൗലുൽ കൗസറുണ്ട്. അങ്ങനെ 20 തഫ്സീറുകൾ തഫ്സീർ റാസിയിൽ കൗസറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് എനിക്ക് ഇങ്ങോട്ട് ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഫസൊല്ലി ലി റബ്ബിക, എനിക്ക് വേണ്ടി നിസ്കരിക്കണം, വൻഹർ, പിശുക്ക് എന്നതിൻ്റെ എല്ലാ വൃത്തികേടും അർത്ഥങ്ങൾ കളഞ്ഞിട്ട് സ്വതക്ക ചെയ്യണം. പിന്നെ അള്ളാഹു ഒരു ഒന്നൊന്നര ആയത്ത് ഇറക്കുന്നുണ്ട്, ഇന്ന ഷാനിയക്ക ഐ മുബിലക്ക, തങ്ങളെ കുറ്റം പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ല, വല്ലബത്തർ, അവനാണ് വാലറ്റവൻ,
അവനെ ഓർക്കാൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. തങ്ങൾ ഓർക്കുന്ന എല്ലാ സദസ്സും നമ്മളങ്ങോട്ട് ചെയ്തോളും. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, നബവിയായ ഗുണങ്ങളുള്ള ആരെ കളിയാക്കിയാലും ഓൻ വാലറ്റു പോവും. നബിയുടെ ഏറ്റവും വലിയ ഗുണം ഇൽമ് എന്നുള്ളതാണ്. കാന അയലമന്നാസ്, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞവൻ്റെ മക്കൾ മൊത്തം വഹാബിയാവും. കാരണം ഓർക്കൂല, ചത്ത പശുവിനേറ്റം കുഴിച്ചിട്ടിട്ട് വരുന്ന മാതിരി കുഴിച്ചിടും. തസ്ബീത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, യാസീനോ തമ്മിൽ ഒന്നും ഉണ്ടാവില്ല. അതെ, പണ്ട് എപ്പോഴോ ഒരു മദർസയിൽ ഉസ്താദിനെ റമദാൻ കഴിഞ്ഞിട്ട് ഒഴിവായി പോലും അല്ലേ ഉസ്താദ്? ഒഴിവായതല്ല, ഒഴിവാക്കിയതാണ്. തന്നെ നമ്മളെ മക്കൾ കേടുവരാനുള്ള ഒറ്റ കാരണം ഒരാലിമിനെ തൊട്ടതായിരിക്കും. ഇന്ന ഷാനിയൊക്കെ ഹുവല്ലബ്തർ, അത് റസൂലുള്ളാഹിനെ തൊട്ടാൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ ഉള്ള ആരെ തൊട്ടാലും നമ്മളെ മക്കളങ്ങ് കേടുവരും. മക്കൾ കേടുവരും. അതാണ് പ്രശ്നം. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം, അത് പറയാൻ ഉദ്ദേശമല്ല. അങ്ങനെ അബൂലഹബിൻ്റെ കൂടെ നിന്ന് അബൂലഹബ് കുറേ ഇൽമിൻ്റെ അഹ്ലുകാരായ നബിയെയും സഹാബത്തിനെയും കുറ്റം പറഞ്ഞപ്പോൾ ഭാര്യയും കൂടെ നിന്നതുകൊണ്ടാണ് അവൾ വംറത്തുഹു ഹമ്മാലത്തൽ ഹതബായത്. അല്ലേ? ഇതേപോലെ തിരിച്ചും ഉണ്ടാവും. അങ്ങനെ ഭാര്യ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഭർത്താവ് കൂടെ നിൽക്കുന്ന പെൺകൂസന്മാരും ഉണ്ടാവും. അങ്ങനെയും ഉണ്ടാവും ചില ടീം. അവരെക്കുറിച്ച് സൂറത്തു സാഫാത്ത് 22-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, യഹ്ശറുല്ലദീന ലലമു, ആ തെറ്റുകാരായ മനുഷ്യന്മാർ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇങ്ങോട്ടേക്ക് വാ അസ്വാജഹും, അവരുടെ ഭർത്താക്കന്മാരെയും വിളിക്കുന്നു. അപ്പോൾ മനസ്സിലായി ആദ്യം വിളിച്ചത് പെണ്ണുങ്ങളെയാണെന്ന്. കാരണം രണ്ടാമത് ഭർത്താക്കന്മാരെ എന്ന് പറയലോടുകൂടി മനസ്സിലായി ഒന്നാമത് വിളിച്ചത് പെണ്ണുങ്ങളെയാണെന്ന്. ഷറുല്ലദീന ലലമു വാസ്വാജഹും, ഓരോ ഭർത്താക്കന്മാരെയും വിളിക്കുക. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അതിൻ്റെ അർത്ഥം ഭാര്യ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഭർത്താവ് കൂടെ നിന്നോടുത്ത് എന്ന് പറഞ്ഞാൽ, ലോണാണെങ്കിൽ ലോൺ, ഒരു വണ്ടി എടുക്കും മനുഷ്യാന്ന് പെണ്ണ് പറയലോടുകൂടി ഓളല്ലേ പറയുന്നത്, എന്തപ്പോൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കൂടെ നിന്നു. ഇതല്ല പ്രശ്നം. അതുകൊണ്ടാണ് ആദ്യം ഭാര്യമാരെ നരകത്തിലേക്ക് കൊണ്ടുപോയി രണ്ടാമത് ഭർത്താവിനെ വിളിക്കുന്നതെന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ടോട്ടലി 3 ആശയങ്ങളാണ് പറഞ്ഞത്. 2 ആശയങ്ങൾ പറയലോടുകൂടി ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ദീൻ നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനമായിരിക്കണം. അങ്ങനെ നമ്മളെ കുടുംബത്തിന് ദീനിയായി പ്രചോദനം നൽകിയാൽ, 4-മത്തേതാണ് പറയണത്, പ്രചോദനം നൽകിയാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് റഹ്മത്തിൻ്റെ 10 തീർന്നാലും റമദാൻ തീർന്നാലും അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള ഒരു വകുപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അഹ്ലുകാരെ എപ്പോഴും ദീനിയായി പ്രചോദിപ്പിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്, റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് ആ ഭർത്താവ്? അയാൾ പാതിരാക്കണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഭാര്യനെ വിളിക്കുകയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ക്ഷീണം കൊണ്ടോ മറ്റോ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, പ്ലീസ്, ബാങ്ക് കൊടുക്കാനായിട്ടില്ലല്ലോ പ്ലീസ്. അപ്പോഴാണ് നേരത്തെ തന്നെ അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, വെള്ളം കൊടുന്നിട്ടെങ്കിലും എണീപ്പിക്കണേ, തഹജ്ജുദ് മിസ്സാക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ. അങ്ങനെ തഹജ്ജുദിനെ എഴുന്നേൽപ്പിച്ച് ഭാര്യനെ കൂടി തഹജ്ജുദ് നിസ്കരിപ്പിക്കുന്ന ഭർത്താവിന് റഹ്മത്ത് ചെയ്യണേ. ആരാ ദ്വാരക്കണത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ഹദീസിൻ്റെ അടുത്ത പാർട്ട്, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ പെണ്ണ് തഹജ്ജുദ് നിസ്കരിച്ച് ഭർത്താവിനെ കൂടി തഹജ്ജുദിന് വിളിച്ചുണർത്തുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടുന്ന കുടുംബം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഏത് നന്മയും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും കൂടി ചെയ്യണം എന്ന് ഓരോ ആണും പെണ്ണും ചിന്തിക്കണം. ഓരോ ആണും പെണ്ണും ചിന്തിക്കണം. ഈ ഹദീസിൻ്റെ തഫ്സീർ, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇമാം ത്വീബി റളിയല്ലാഹു അൻഹു പറയുന്നത് ഫൈലുൽ ഖദീർ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസ് ജാമിഉ സഗീറിൽ സുയൂത്തി ഇമാം കൊണ്ടുവന്നപ്പോൾ ഫൈലുൽ ഖദീറിൽ പറയുന്നതാണ്, നമ്മൾ ഏത് നന്മ ചെയ്താലും
ഭാര്യയും കൂടി അത് ചെയ്യണം എന്ന് വിചാരിക്കണം. ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുന്ന ഒരു വിഷയം ഏതോ ഒരു ഗ്രൂപ്പിൽ കണ്ടു, ഒരു 99 രൂപ ചാലഞ്ച്, ഒരു ഉദാഹരണം. അല്ലെങ്കിൽ ദേവർഷോല ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന 850 ആൾക്കാരുടെ വിവാഹം, വലിയ കൂലിയുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഭാര്യനോട് പറയാം, നിനക്കും എന്തെങ്കിലും കൊടുക്കാട്ടോ. ഞാൻ കൊടുത്തു, അൽഹംദുലില്ലാ. കണ്ടോ കണ്ടങ്ങൾ. ഇനി ഓർമ്മയില്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഓർമ്മിപ്പിക്കണം, നിങ്ങൾ കൊടുത്തോ, അതിന് കൊടുത്തോ, അങ്ങനെ ഓർമ്മിപ്പിക്കണം. യഥാർത്ഥത്തിൽ ആ ഒരു നന്മനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദേവർഷോല ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ എന്നല്ലേ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ഗുണം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നല്ലേ മതം നമ്മളെ പഠിപ്പിക്കണത്. എന്താണ് റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം? ഒരു വൈജാത്യവുമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന റബ്ബ് എന്നാണ് റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അതെന്നല്ലേ ദേവർഷോല ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കണത്. മതത്തിൻ്റെ വ്യത്യാസമുണ്ട് അവിടെ. മനുഷ്യരെ പരിഗണിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? വിവാഹം എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാതെ ചെറിയ ചെറിയ വേതനത്തിന് വേണ്ടി തോട്ടങ്ങളിൽ ജീവിക്കുന്ന, ജോലി ചെയ്യുന്നവരാണ് നീലഗിരിക്കാരെന്ന് പറഞ്ഞാൽ. അവർക്ക് വിവാഹം എന്ന് പറയുന്നത് ചിന്തിക്കാൻ തന്നെ പറ്റാത്ത അത്രയും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങൾക്കാണ് ഒരു ജീവിതം നിർമ്മിച്ചു കൊടുക്കുന്നത് ഒരു മഹാമനുഷ്യ. ഈ ഖൈർ എന്തായാലും ഏപ്രിൽ 5 കൂടി നടന്ന് കടന്നു പോകും. നമ്മളതിൽ എത്ര ഭാഗവാക്കായി എന്നാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്. മസ്ജിദുൻ നബവി നിർമ്മിക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകള് പറയുന്നുണ്ടല്ലോ, ആ പള്ളി എടുക്കുന്നതിൽ എനിക്കും എന്തെങ്കിലും കൂലി വേണം ഉപ്പ, എൻ്റെ ഈ പണം അതിൽ കൊടുത്താളീന്ന്. കണ്ടോ? ഇതേപോലെ നമ്മളെപ്പോഴും നന്മയിൽ പ്രചോദിപ്പിക്കുന്നവരാവണം, എപ്പോഴും നന്മയിൽ പ്രചോദിപ്പിക്കണം. ളുഹ നിസ്കാരം കറക്റ്റല്ലാത്ത ഭർത്താവിനോട് സ്നേഹത്തോടെ സൂചിപ്പിക്കണം, ഒരു പണിയും ഇല്ല കേട്ടോ ശരിക്കും ളുഹ നിസ്കാരം, ഒരു 2 റക്അത്ത് നിസ്കരിച്ചുകൂടെ, നിങ്ങൾക്ക് എന്താ? മർഹബൻ ബിൽ ഖാലദ്. നന്മയിൽ കുടുംബത്തെ പ്രചോദിപ്പിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ വഴി വേറൊരാൾ ഏത് നന്മ പഠിച്ചാലും അതിൻ്റെ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. വിശേഷിച്ച് നമ്മളെ മക്കളെയൊക്കെ ദീൻ പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ നന്നായി അധ്വാനിക്കണം. മഹാനായ സനൂസി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ വഫാത്തായപ്പോൾ സനൂസി ഇമാമിൻ്റെ ഉപ്പനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം കൊടുത്തത്, എനിക്ക് അല്ലാഹു സ്വർഗത്തിൽ വലിയ സ്ഥാനം തന്നു എന്നാണ്. അതിൻ്റെ കാരണം എന്തേ? എൻ്റെ മോൻ വലിയ ആലിമായതുകൊണ്ട്, എൻ്റെ മോൻ ദീനിയായ കാര്യങ്ങളിൽ ആലോചനയിൽ ആ മോന് സമയം കണ്ടെത്തുന്നത് കൊണ്ട് എനിക്ക് അല്ലാഹു സ്വർഗത്തിൽ വലിയ സ്ഥാനം തന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ മോൻ ഒരാലിമായി കിട്ടിയാൽ അതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ. 6ാം ക്ലാസ്സും 4ാം ക്ലാസ്സും എത്തുമ്പോൾ മദ്രസ വേണ്ടെന്ന് പറയുന്ന രക്ഷിതാക്കൾ കൂടി വരുന്ന ഒരു കാലമാണ്. എന്ത് ധൈര്യത്തിലാണ് ആ മക്കളുടെ ദീനീ പഠനം നമ്മൾ നിർത്തുന്നത്? അത്യാവശ്യം പക്വതയൊക്കെ എത്തുന്ന കാലമാകുമ്പോൾ ദീനീ പഠനം നിർത്തിവെക്കണമെങ്കിൽ നമുക്കൊരു ധൈര്യം വേണ്ടേ? പരലോകത്ത് നമ്മൾ പോകണ്ടേ? ഈ കുട്ടികളെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യം ഉണ്ടാവില്ലേ, അഹഫിള അം ലയ്യ, വേണ്ട വിധത്തിൽ മക്കൾക്ക് ദീൻ കൊടുത്തിട്ടുണ്ടോ അല്ല വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കണ്ടേ? മഹാനായ ഇബ്നുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിൽ പിൽക്കാലത്ത് വന്ന വലിയ പണ്ഡിതനാണ്. ആ മഹാൻ
ഒരുപാട് കിതാബുകൾ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് കൂട്ടുകാർ അഥവാ ക്ലാസ്മേറ്റ്സായ സുമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇടുന്ന ഇത്രയും കിതാബ് വാങ്ങാനുള്ള കായ് എവിടുന്ന കിട്ടുന്നത്, ക്യാഷ് എവിടുന്ന കിട്ടുന്നതെന്ന്. അതിന് മഹാൻ്റെ ഉത്തരം എന്താ പറയുക? എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, മോൻക്ക് ഏത് കിതാബ് ആണെങ്കിലും വാങ്ങിക്കോളി, ഉപ്പുണ്ട് കട്ടക്ക് കട്ടെന്ന്. ഓ, ഇതൊരു വർത്താനം നോക്കി. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. മോൻക്ക് ഏത് ഹാഷിയും ഷറവും ഷുറൂഹും വേണോ മോൻ വാങ്ങിക്കോ, അല്ലാതെ എന്തല്ല അല്ലാതെ നീ വാങ്ങിയ കിതാബും ബുക്കും നോക്കിയാൽ നീ എത്രയെന്ന് കൊണ്ടാടാ വാങ്ങുന്നത്, ഇവിടെ വെക്കാൻ സ്ഥലമില്ല, അങ്ങനെയല്ല പറയേണ്ടത്. വാങ്ങിക്കോ, എത്ര വേണമെങ്കിലും വാങ്ങിക്കോ, ഉപ്പ മോൻ്റെ കൂടെ ഉണ്ട്. ആ ഉപ്പ വഫാത്തായി. എല്ലാ ദിവസവും രാത്രി ഇബ്നുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഉപ്പക്ക് വേണ്ടി ഖുർആൻ ഓതും, എല്ലാ ദിവസവും ഓതും. ഉപ്പാൻ്റെ വഫാത്തിൻ്റെ കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ ഉപ്പ ഈ മോൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയാ, ജസാക്കല്ലാഹു ഖൈറാ, മോനിക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ, മോന് കൊടുത്തേക്കുന്നല്ല ഉപ്പാക്ക് കിട്ടുന്നുണ്ട്. ഇതിനല്ലേ നമ്മളെ ജീവിതം, ഇതല്ലേ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത്. അതിന് ദീൻ നന്നായി കുട്ടികളെ പഠിപ്പിക്കണം, അതിന് ഉമ്മമാർ സപ്പോർട്ട് ചെയ്യണം. ലോക ചരിത്രത്തിൽ ഒരുപാട് ഇമാമിങ്ങളെ നമുക്ക് വായിക്കാൻ പറ്റും. ആ ഇമാമിങ്ങളുടെ പലരുടെയും ഉപ്പമാർ ആ ഇമാമിങ്ങളുടെ ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ അനാഥകളായി വളർന്നവരാണ്, യതീമുകളായിരുന്നു. അവരാണ് ലോകം കണ്ട പണ്ഡിതന്മാരായത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വനശഅ ഫീ ഹിജ്രി ഉമ്മിഹി യതീമൻ, ഉമ്മാൻ്റെ മടിയിൽ യതീമായി വളർന്ന മോനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. തൻ്റെ ഭർത്താവ് ഇല്ലാതിരുന്നിട്ടും മോനെ ഏതെങ്കിലും ബിസിനസ്സിൽ പാർട്ട്ണറാക്കിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൗതിക ലോകത്തേക്ക് അയച്ചാൽ എനിക്ക് സമ്പാദിക്കാമല്ലോ എന്നല്ല ചിന്തിച്ചത്, ആഖിറത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആവണം എന്നാണ് ആ ഉമ്മ ആലോചിച്ചത്. ലോകത്ത് ഷാഫി മദ്ഹബുകാർ നിർവഹിക്കുന്ന ഹജ്ജിൻ്റെ, നിസ്കാരത്തിൻ്റെ, നോമ്പിൻ്റെ ഏത് നന്മയുടെയും കൂലി ഷാഫി ഇമാമിന് കിട്ടുമ്പോൾ ഷാഫി ഇമാമിൻ്റെ പ്രതിഫലം ഉമ്മ വാങ്ങുന്നുണ്ടാകും. ആ ഉമ്മ ചിത്രത്തിൽ എവിടെയില്ല. ഈ കൂട്ടത്തിൽ ആർക്കും ചിലപ്പോൾ ഷാഫി ഇമാമിൻ്റെ ഉമ്മാൻ്റെ പേരറിഞ്ഞോളണമെന്നില്ല, അവരെത്ര വയസ്സ് വരെ ജീവിച്ചത് എന്ന് അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ ചരിത്രം സൃഷ്ടിച്ച ഉമ്മയാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാർ നിസ്കരിക്കണ നിസ്കാരത്തിൻ്റെ കൂലി ആ ഉമ്മ വാങ്ങുന്നില്ലേ? ഷാഫി ഇമാമ് വളർന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് വലുതായപ്പോൾ ഒരു 100 ദിർഹമോ മറ്റോ കൊടുത്തു. അതെടുത്തിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, വീട്ടിൽ നിന്നിങ്ങനെ നോക്കിയിട്ട് പുറത്ത് നിൽക്കുന്ന മോനോട്, കയ്യിൽ എന്താ മോനെ, പണമോ? അതൊന്നും ഇല്ലാതെയല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇനി അതെന്തിനാ, ആ മുസീബത്ത് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതായിരിക്കെങ്കിലൊക്കെ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തിട്ട് വരും മോനെ കേട്ടോ. ആ ഉമ്മാക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഖുർആൻ പറയുന്നുണ്ട്. എന്തു പറയുന്നുണ്ട്? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് തന്ന മക്കളെ കൊണ്ട് നിങ്ങൾ സ്വർഗം വാങ്ങണം. അതാണ് ആ ഉമ്മ ചിന്തിച്ചത്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ആലോചിച്ചത് എന്താണെന്നറിയോ? മോനിക്ക് പോക്കറ്റ് മണിയില്ല എന്നതുകൊണ്ട് മോനെ പഠനം നിർത്തരുത്, ഞാൻ ജോലിക്ക് പോയിട്ടെങ്കിലും മോനെ പഠിപ്പിക്കും. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നെയ്ത്ത് ജോലി ചെയ്ത് സുഫിയാൻ എന്ന മോനെ വളർത്തി വലിയ പണ്ഡിതനാക്കി മുജ്തഹിദായി ആ മോനെ വളർത്തിയ ആളാണ് ആ ഉമ്മയുടെ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരെയും നന്മക്ക് പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ മോനെ ആ കോഴ്സ് എടുത്ത് പഠിപ്പിച്ചാൽ ഇത്ര സാലറി കിട്ടും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ 40 സാലറി, 1 lakh above വരെ പോകും. ഇങ്ങനെ ദുനിയാവ് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ മക്കളെ കൊണ്ട്, എൻ്റെ അഹ്ലുകാരെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു ഉപ്പ, ഒരു ഉമ്മ ആ മക്കളെ വളർത്തുന്നതിൽ വിജയിച്ചവരായി മാറുന്നത്.